വളരെയധികം പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കാരണവശാലും പിന്തിരിയുന്ന നിലപാടുമായി സമരരംഗത്തുണ്ട്. പോലീസാകട്ടെ ഇവരെ ഏത് വിധേനയും തടയാനുള്ള ശ്രമത്തിലാണ്. നമുക്കറിയാം, ഇതിൽ ഈ ബാരിക്കേഡ് മറികടന്നാൽ മീറ്ററുകൾക്കപ്പുറത്ത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. അവിടേക്കാണ് മാർച്ച് വന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം ഇപ്പോഴും പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകർ നടത്തുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ പിരിച്ചുവിടുക തന്ത്രമാണ് ഈ വിവാദം, ഈ വിഷയം ഉയർന്നു മുതൽ പോലീസ് സ്വീകരിക്കുന്നത്. ലാത്തിച്ചാർജിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഈ എല്ലാ പ്രതിഷേധങ്ങളെയും പരമാവധി ജലപീരങ്കി, അതിനപ്പുറത്തേക്ക് നടപടി വേണ്ടാത്ത സന്ദേശം പോലീസ് ഉന്നതരിൽ നിന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാരിനുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ജലപീരങ്കി മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ബാരിക്കേഡ് വെച്ച് അതിനപ്പുറത്തേക്ക് പ്രവർത്തകർ വരാതിരിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഇന്നലെയുമൊക്കെ ആരും തന്നെയാണ് പ്രതിഷേധങ്ങളെ പോലീസ് നേരിട്ടത്. ഏതായാലും ഇന്നും അതേ സമീപനം, അതേ തന്ത്രം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പ്രവർത്തകരെ ലാത്തിച്ചാർജിലൂടെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൂടെ തടയാൻ പോലീസ് ശ്രമിക്കുന്നില്ല. ഇതിന്റെ പലതവണ പോലീസിനെതിരെ പ്രവർത്തകരുടെ ഭാഗത്ത് കല്ലേറുണ്ടായി. പ്രധാന റോഡിന് വശം, അതുപോലെ തന്നെ ഈ തെക്കാട് പരേഡ് ഗ്രൗണ്ടിൽ ചാടിയിറങ്ങിയപ്പോൾ അവിടെ നിന്നും പോലീസുകാരെ കല്ലെറിഞ്ഞു. പക്ഷെ അപ്പോഴും പോലീസ് മറ്റു നടപടികളിലേക്ക് പോകാതെ പരമാവധി സംയമനം പാലിക്കുകയാണ്. പക്ഷേ സർക്കാരിന്റെ തീരുമാനമാകാം, സന്ദേശമാകാം പ്രവർത്തകർക്കെതിരെ ലാത്തിച്ചാർജ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്നുള്ളത്. പക്ഷേ പരമാവധി സംയമനം പാലിക്കുമ്പോഴും പ്രവർത്തകർ കൂടുതൽ അക്രമോത്സുകരാവുകയാണ്. ശക്തമായ പ്രതിഷേധമാണ്. കാരണം ഈ വിഷയം അത്രയധികം വൈകാരികമായ വിഷയമായി കേരളം ഏറ്റെടുത്തു കഴിഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. ഇപ്പോൾ വീണ്ടും ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അതിനെ പ്രതിരോധിക്കാൻ പോലീസ് പരമാവധി കഴിയും പോലെയൊക്കെ ചെയ്യുന്നുമുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. വീണ്ടും രണ്ടു ഭാഗത്തു നിന്നും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടരുകയാണ് പ്രവർത്തകർ. നിരവധി പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ ഉണ്ട്. അവർ ഏത് വിധേനയും ഈ ബാരിക്കേഡ് മറികടക്കാൻ, ചാടിക്കടക്കാനുള്ള ശ്രമമൊക്കെ പ്രവർത്തകർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ സംഘർഷാത്മക അവസ്ഥയിലെ കാര്യങ്ങൾ പോകും. മറിച്ചിടാനാണ് പ്രവർത്തകർ ഒരുമിച്ച് ശ്രമിക്കുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് പോലീസിന്റെ ഭാഗത്ത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ജലപീരങ്കിയുടെ പ്രവർത്തകരെ പിരിച്ചുവിടുക, ഇതാണ് പോലീസ് സ്വീകരിക്കുന്ന തന്ത്രം. അതിനപ്പുറത്തേക്കുള്ള കടുത്ത നടപടികളിലേക്ക്, ലാത്തിച്ചാർജ് പോലുള്ള നടപടികളിലേക്ക് കടക്കാതിരിക്കാനാണ് പോലീസിന്റെ ശ്രമവും തീരുമാനവും. പക്ഷേ പ്രവർത്തകർ കാരണവശാലും പിന്തിരിഞ്ഞു പോകുന്ന ഏതാണ്ട് അരമണിക്കൂറിലേറെയായി ഒരേ സ്ഥലത്ത് പ്രവർത്തകർ തമ്പടിച്ച് പോലീസിനെതിരെ പ്രതിഷേധിക്കുകയാണ്. പരമാവധി പ്രവർത്തകരെ സംഘടിപ്പിച്ച് ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമം. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രവർത്തകരുള്ളത്. പോലീസാകട്ടെ ഒരു കാരണവശാലും അപ്പുറത്തേക്ക്, ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പ്രവർത്തകർ എത്താതിരിക്കാനുള്ള ശ്രദ്ധ പുലർത്തുന്നുമുണ്ട്. കാരണം പ്രവർത്തകർ അപ്പുറത്തെത്തിയാൽ അത് മറ്റു നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും, ലാത്തിച്ചാർജ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും. അല്ലെങ്കിൽ പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഓടിക്കയറുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് പോകാതിരിക്കാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. പ്രവർത്തകർ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി എനിക്കൊപ്പം ചേരുന്നു. ഡാൻ, എന്താണ് എത്ര കടുത്ത പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് ഇനിയും പ്രതീക്ഷിക്കുന്നത്? അരമണിക്കൂറിലേറെ ഇങ്ങനെ ഈ ജലപീരങ്കി പ്രയോഗം തുടരുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടച്ചിടാൻ ശ്രമിക്കുന്നു. എന്താകും ഇനി പ്രതീക്ഷിക്കേണ്ടത്? എത്ര കണ്ട് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ഇനി ഒരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്ന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. അതുകൊണ്ടാണ് ഇത്രയധികം നേരം ഈ ബാരിക്കേഡ് തള്ളിമാറ്റിക്കൊണ്ട് പ്രതിഷേധക്കാർ അതിന് മുകളിലേക്ക് കയറാൻ നടത്തിയ നീക്കം ജലപീരങ്കി പ്രയോഗിച്ച് മാത്രം തടുക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സാധാരണയായി ആദ്യ 5-6 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല എങ്കിൽ വിരട്ടി ഓടിക്കാനുള്ള നീക്കമോ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അത്തരം നീക്കങ്ങളിലേക്കൊന്നും കടക്കാതെ പോലീസ് തുടർച്ചയായി ജലപീരങ്കി മാത്രം പ്രയോഗിച്ച് പ്രവർത്തകരെ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ കൃത്യമായ നിർദ്ദേശം മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. എന്തായാലും ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നുകൊണ്ട് പ്രതിഷേധക്കാർ അവരുടെ പ്രതിഷേധം വീണ്ടും കടുപ്പിക്കുന്ന സാഹചര്യമാണ്. ഒരു വശത്ത് പോലീസ്